ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുശീലയും കുഞ്ഞമ്മണിയും കൂടിയിട്ട് സുന്ദരനെ വല്ലാതെ അങ്ങ് കളിയാക്കണം കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാൻ, തൻ്റെ ഗതികേട് താൻ ചെയ്ത പ്രവൃത്തിയും അത് തന്നെ ആയിരുന്നല്ലോ. അതിന് തനിക്കിത് കിട്ടിയ തിരിച്ചടിയാണെന്ന് സുന്ദർ മനസ്സിലാക്കിയിരിക്കുന്നു കേട്ടോ. അങ്ങനെ സുന്ദരനോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ കയ്യിലുള്ള പൊതി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് എല്ലാവർക്കും മുന്നിൽ കൊടുക്കാതെ ഇപ്പോഴത്തന്നെ അങ്ങ് കൊടുത്തേക്ക് എന്ന് പറഞ്ഞ് സുശീല അങ്ങ് പോകുന്നു കേട്ടോ. പക്ഷേ പിറകിൽ സത്യനുണ്ടെന്നുള്ള സത്യം സുശീല മനസ്സിലാക്കുന്നില്ല. അങ്ങനെ താൻ സുന്ദർ പിന്നീട് സത്യൻ്റെ അടുത്തോട്ടാണ് ചെല്ലുന്നത്. അങ്കിളെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. എന്തായാലും എൻ്റെ അമ്മ പറയുന്നതൊന്നും അങ്കിള് കാര്യമാക്കണ്ട കേട്ടോ. ഹേയ്, അതൊന്നും എനിക്ക് വലിയ പ്രശ്നമില്ല. കാരണം എനിക്കിത് കിട്ടേണ്ട അടി തന്നെയാണ്. ഞാൻ ഒത്തിരി തവണ സുശീലയെ ഇതുപോലെ ഓരോന്ന് പറഞ്ഞ് കബളിപ്പിച്ചിട്ടുണ്ടല്ലോ. അതിന് ദൈവം തന്ന ശിക്ഷയാണ് ഇതൊക്കെ എന്ന് പറയുമ്പോൾ അവിടെ ശ്യാമിന് നല്ല സങ്കടമുണ്ട് കേട്ടോ. തൻ്റെ മനസ്സിലുള്ള വേദനയെല്ലാം അങ്ങ് ഒതുക്കി കൂട്ടാണ്. പക്ഷേ സോനയ്ക്കും സങ്കടമുണ്ട്. അങ്ങനെ സോനയോട് ചോദിക്കുകയാണ്, മോളെവിടെയടി, ഒന്നും എടുത്ത് കൊണ്ടുവരുമോ, എനിക്കൊന്ന് കാണാൻ അത്രയും ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കൊണ്ടുവരാം ഷ്യാമേട്ട, ഒന്ന് കുടിക്കാൻ കൊടുക്കുക എന്നൊക്കെ പറയട്ടെ. അതേസമയം ഷ്യാമ ചോദിക്കുന്നുണ്ട്, എന്താ വെച്ചാൽ ഹോസ്റ്റലിലെ ഈ ഫ്ലാറ്റിലെ വിവരങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ കുഴപ്പമില്ല, പൊരുത്തപ്പെട്ട് പോകുന്നു എന്നൊക്കെ പറയുന്നു കേട്ടോ. പിന്നീട് രവിയാണ് കാണിക്കുന്നത്. ഒത്തിരി നേരമായി രവി കാത്തു നിൽക്കുന്നത്. ഹർഷയുടെ അണിഞ്ഞൊരുങ്ങൽ കഴിയണ്ടേ. അങ്ങനെ ഹർഷ വരികയാണ്. എന്താ രവിയേട്ട ഈ കാണിച്ചത്? ഇപ്പം തന്നെ എത്ര രാത്രിയായി, ഇനി എപ്പോഴാണ് അങ്ങോട്ടേക്ക് എത്തുന്നത്? നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അത് കേൾക്കുന്ന രവി പറയുന്നു, ഹേയ്, ഒരിക്കലും ഉണ്ടാവില്ല. ഉണ്ടാവും, എവിടെയും കുറച്ച് നേരത്തെ അങ്ങ് വന്നാൽ ഇതൊക്കെ പ്രശ്നം തീർക്കായിരുന്നല്ലോ. ഏയ്, എന്നെക്കൊണ്ട് കഴിയില്ല. കാരണം അത്ര നേരത്തെ അവരുടെ വീട്ടിൽ പോയിരിക്കാൻ നമ്മൾ അവരുടെ വേണ്ടപ്പെട്ട ഗസ്റ്റ് എന്നല്ലല്ലോ, ക്ഷണിക്കപ്പെട്ട ഒരു അതിഥി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ നേരത്തേക്ക് പോയാൽ മതി. തനിക്ക് ഞാനൊരു ഉറപ്പ് തരാം, അവിടെ ഒരു പരിപാടിയും നടക്കില്ല. അതിനു മുന്നേ തന്നെ ഞാൻ അവിടെ എത്തിച്ചിരിക്കുമെന്ന് പറയാം കേട്ടോ. പിന്നീട് പ്രതിഭയുടെ അച്ഛൻ സുധനെയാണ് കാണിക്കുന്നത്. സുധൻ ഇങ്ങനെ വിളിക്കണേ, രവിക്ക് വിളിക്കണേ, എവിടെ രവി സാറേ, രവി സാറിനെ ഇതുവരെ കാണാനില്ലല്ലോ, ഒത്തിരി നേരമായി, ഇവിടെ ഫംഗ്ഷൻ തുടങ്ങാൻ ഇനി അധികം നേരമൊന്നുമല്ലോ, പെട്ടെന്ന് വരാൻ നോക്ക് രവി സാറ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് എത്തുമെന്ന് പറയണം കേട്ടോ. എന്നാൽ ഈ സമയം ഇങ്ങനെ കാണിക്കുന്നത് അർജുനയും പിള്ളേരെയാണ്. അതായത് ഹേമന്ത് വരികയാണ്, എടാ അർജുനെ, മഹേഷെ, നീ നീക്കടാ, എന്ത് കുടുത്തമാണ്, രാവിലെ തന്നെ ഫംഗ്ഷൻ കൊളായി, ഇനി ഫംഗ്ഷൻ തുടങ്ങാൻ നേരമായി, നീ വന്നിട്ട് ഡാൻസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴെന്താടാ ഉണ്ടായത്? അതൊക്കെ ആകെ കുളമായില്ലേ, ഇപ്പോൾ തുടങ്ങും അവിടെ മഞ്ഞൾ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ അവരെങ്ങനെയൊക്കെ ഉറക്കത്തിൽ നിന്ന് തപ്പിപ്പിടിച്ച് നീച്ചിട്ട് അവർ പറയണേ, അല്ല ശരിക്കും സീരിയസ് ആയോ പ്രശ്നങ്ങളൊക്കെ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല, ഇപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല, ഇനി എന്തായാലും നിങ്ങൾ കുഴപ്പമുണ്ടാക്കാൻ വരാഞ്ഞാൽ മതി എന്ന് പറയാനേട്ടോ. എന്നാൽ ഈ സമയം മഹേഷ് എണീക്കുന്നില്ല. അങ്ങനെ മഹേഷിനെ പിന്നെയും തട്ടി വിളിച്ചിട്ട് മന്ദാകിനി, നിൻ്റെ അമ്മ അവിടെ ചോദിക്കുന്നുണ്ട്. അവരിങ്ങോട്ടേക്ക് എത്തുന്നതിന് മുന്നേ മഹേഷ് നീ വരാൻ നോക്കിയെന്ന് പറയുമ്പോൾ മഹേഷ് പെട്ടെന്ന് ഞാനിത് റെഡിയാവുന്നു എന്ന് പറഞ്ഞ് മഹേഷും ഇറങ്ങുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും ഈ ഒരു മഞ്ഞൾ കല്യാണത്തിന് എല്ലാവരും അണിഞ്ഞൊരുങ്ങാണ്. ഈ സമയമാണെങ്കിൽ ഇന്ദ്രനും അനുപമയും ഗോകുലും സച്ചിയും സാവിത്രിയൊക്കെ ഇങ്ങനെ നിന്ന് സംസാരിക്കുകയാണ്. അവരുടെ ഇടയിലോട്ട് ഇങ്ങനെ ഗോകുല് കയറി വരികയാണ്. അപ്പോൾ സച്ചിയുടെ അമ്മാവനും ഉണ്ട് കേട്ടോ. സോറി, ഗോകുലല്ല, മനീഷ കയറി വരികയാണ്. മനീഷയും കനകരാജനും ഒക്കെ കയറി വരികയാണ് കേട്ടോ. അപ്പോൾ അവരെ കാണുമ്പോൾ നല്ല രീതിയിൽ തന്നെ സച്ചി സ്വീകരിക്കുകയാണ്. അപ്പോൾ ഇപ്പുറത്തായിട്ടാണ് അവിടെ സുശീലയും ഈ പറയുന്ന കുഞ്ഞമ്മണിയും നിൽക്കുന്നത്. അവരിവരെ കാണുമ്പോൾ ഓടി വരികയാണ്. അങ്ങനെ ഓടി വന്നിട്ട്, കനകരാജൻ സാറേ, ഈ നിൽക്കുന്നത് ആരാണെന്ന് അറിയോ? ഈ നിൽക്കുന്നതാണ് സച്ചി സാറ് എന്ന് പറയണം കേട്ടോ. സച്ചി സാറേ, ഈ നിൽക്കുന്നത് ആരാണെന്നറിയോ? വലിയ ബിസിനസ് മാൻ എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ ഈ സമയം അവിടെ കുഞ്ഞമ്മണി പറയാണ്, ഇതാരാണ്, ഇവളെ അറിയില്ലേ എന്നിങ്ങനെ പറയുമ്പോൾ കുഞ്ഞമ്മണി പെട്ടെന്ന് അങ്ങ് എടുത്ത് ചട്ടക്കാരിയാണല്ലോ. അപ്പോൾ എല്ലാവരും ഉണ്ടെന്ന് നോക്കാതെ, സത്യൻ്റെ ആദ്യത്തെ ഭാര്യയല്ലേ. അപ്പോൾ ഇത് കേൾക്കുന്ന സഞ്ജുവിനും ഒത്തിരി സങ്കടമാവുകയാണ്. പക്ഷേ സഞ്ജു അവിടെ മൗനം പാലിക്കുകയാണ്. ആദ്യത്തെ ഭാര്യ സത്യൻ്റെ, അവളാണല്ലേ ഇത്. എന്തായാലും കൊച്ചേ, നീ ആദ്യത്തേനൊക്കെ നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. എന്തായാലും സത്യന് നല്ല ഭാഗ്യമുള്ള ചെറുക്കനാണ്. അവൻ ആദ്യം ഒരു പെണ്ണിനെ കിട്ടി, ഇപ്പോൾ ഇതാ രണ്ടാമത് എന്തൊക്കെ പറയുമ്പോൾ അതേ സച്ചിയുടെ അമ്മാവന് ഇഷ്ടപ്പെടുന്നില്ല, ഗോകുലിന് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഈ സമയം സുശീല വന്നേ, കുഞ്ഞമ്മണി ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സച്ചി പറയണേ, ഇവരെ കൊണ്ട് സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രൻ പെട്ടെന്ന് തൻ്റെ അമ്മയോട് കൊണ്ടുപോകാൻ പറയണേട്ടാ. അങ്ങനെ കനകരാജനും മനീഷയും അങ്ങ് പോയതിനു ശേഷം സച്ചിയുടെ അമ്മാവൻ ചോദിക്കുക, എന്തോന്ന് സ്ത്രീയാണ് ഇവർ രണ്ടുപേരും പറയുന്നത്, എന്താണെന്ന് ഇവർക്ക് തന്നെ വെളിവില്ലാതായിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയണേട്ടോ. പിന്നീട് വിനയനെയാണ് കാണിക്കുന്നത്. രഘുവും ദാസും വണ്ടിയിലിരിക്കുകയാണ്. ഈ പറയുന്ന ആ LIC ഏജൻറ്റിനെ പിടിക്കാനാണ്. അപ്പോൾ അയാളിങ്ങനെ വരികയാണ്. അപ്പോഴേക്കും വിനയൻ മുന്നിലോട്ട് ചാടുമ്പോൾ, ആഹാ, ഇതിപ്പോൾ ആര്, വിനയനോ? നീ എന്നെയൊക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ അറിയില്ലേ, ഞാൻ ഫോൺ വിളിക്കുമ്പോൾ എനിക്ക് എടുക്കാൻ താല്പര്യമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ, അത് പിന്നെ എവിടെയാണ് ആൻ്റണി എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴേക്കും രഘുവും ദാസും അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ.
ഇതൊക്കെ ആരാ എന്ന് അയാൾ ചോദിക്കും. അപ്പോൾ തന്നെ ഇതെൻ്റെ ഭാര്യയുടെ ഏട്ടത്തിൻ്റെ ഭർത്താവ്, മറ്റേതെൻ്റെ അങ്കിൾ എന്നൊക്കെ പറയണേ, അതായത് ദയുടെ ഏട്ടൻ എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കണം കേട്ടോ വിനയ. അപ്പോൾ ഈ സമയം അല്ല, നീ അവനെ കണ്ടോ, ആൻ്റണിയെ കണ്ടോ? ഞാൻ കണ്ടില്ല. എന്നാൽ നിൻ്റെ മുഖത്തത് എഴുതിയിട്ടുണ്ട് എന്ന് ദാസ് പറയണേ, നീ കണ്ടിട്ടുണ്ട് എന്ന് പറയണേ. ഇതേ സമയം അയ്യോ എന്നെ ഒന്നും ചെയ്യലേ, ഞാൻ കണ്ടിട്ടുണ്ട്, എന്നാൽ അയാളുടെ നമ്പർ താ എന്ന് പറഞ്ഞിട്ട് അവരെ ആ നമ്പർ വാങ്ങിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം എവിടെയാണ് ഈ നന്ദു നന്ദുവിൻ്റെ അനിയൻ നിതിൻ എവിടെയാണ്, അവനെ ആരെ ഇറക്കിയതെന്നൊക്കെ ചോദിക്കുമ്പോൾ സാറേ എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, ഞാനൊരു കാര്യം പറയാം, നന്ദുവും നിതിനും ഇരട്ട സഹോദരന്മാരാണ്, അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ഒരേ മുഖമാണെന്ന് പറയുമ്പോൾ കാര്യങ്ങൾ രഘുവിന് മുന്നിൽ അങ്ങ് വ്യക്തമായിട്ട് രഘു ചിന്തിച്ചത് തന്നെ നടന്നിരിക്കുന്നു. എന്നാൽ ഈ സമയം ഇവർ തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പോൾ അവിടെ വിനയം പറയണേ, ഇതിപ്പോൾ ഇരട്ട സഹോദരൻ എന്ന് പറയുന്നതിൽ നിതിൻ ഇപ്പോൾ നന്ദുവായിട്ട് അവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ രഘു ചോദിക്കുകയാണ് അത് ആരായിരിക്കും കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ദാസ് പറയണേ നമുക്കത് കണ്ടെത്തിയിരിക്കുന്നു, എന്തായാലും നിതിനെ പൊക്കണം. അപ്പോൾ നന്ദുവിൻ്റെ പ്രേതമെന്നല്ല, യഥാർത്ഥ ആൾ തന്നെയാണ് വന്നിരിക്കുന്നത്, അവനെ എന്തായാലും പൊക്കണം എന്ന് പറയാനായിട്ടാണ്. ഇതേ സമയം മാഷും രഘുവും ദാസും സച്ചിയൊക്കെ ഇങ്ങനെ അവിടെ സംസാരിക്കുകയാണ്. എന്തായാലും ഫംഗ്ഷന് നേരമായി, ഇനി അധികം വൈകിക്കണ്ട, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നോക്കാം, ചെറുക്കനെ പെണ്ണിനെയൊക്കെ കൊണ്ടുവരാൻ എന്നൊക്കെ ഇങ്ങനെ പറയാനേട്ടാ. അപ്പോൾ സച്ചി പറയുന്നത് ശരിയാണ്, ഇനി അധികം നേരം വഴിക്കണ്ട, ഇനി ആരും വരാനൊന്നും ഇല്ലല്ലോ, നമുക്ക് പരിപാടി നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുക്കം തുടങ്ങുക എന്ന് പറയുന്ന സമയത്താണ് കേട്ടോ അവിടെ രത്നപ്രഭ വന്നിറങ്ങുന്നത്. അതായത് രേഖ രാഹുലും ബോഡി ഗാർഡോടുകൂടി അവിടെ വന്നിറങ്ങുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ സച്ചി ആകെ ഞെട്ടിപ്പോവാണ്. ഇതാരിപ്പോൾ ആരാണ് ഈ കാറിൽ വരുന്നത് എന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ നോക്കുമ്പോൾ തൻ്റെ കുടുംബ ഫ്രണ്ടായ രത്നപ്രഭ വന്നിറങ്ങുമ്പോൾ ഇവരെല്ലാവരും ഞെട്ടി നിൽക്കണം കേട്ടോ. അപ്പോൾ ആരാണെന്ന് അറിയാതെ എല്ലാവരും ഞെട്ടി നിൽക്കുമ്പോൾ സുശീലയുടെ കിളി പോയിരിക്കുന്നു. സുശീല ആകെ ഞെട്ടിപ്പോവാണ്. ഈശ്വര, ഈ വന്നിരിക്കുന്ന രാഹുലാണല്ലോ, രാഹുലിൻ്റെ കൂടെയുള്ളത് ആരാണെന്ന് അറിയാതെ സുശീല നിൽക്കണം. അപ്പോൾ ഈ ഇന്ദ്രനും ഇതൊന്നും അറിയില്ല. അപ്പോൾ ഇന്ദ്രനെ പെട്ടെന്ന് വിളിച്ചു കൊണ്ടുപോവാണ്, നീങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രനെ വിളിച്ചു കൊണ്ടുപോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഇന്ദ്രൻ എന്താ അമ്മേ എന്ന് ചോദിക്കുമ്പോൾ എടാ ആ സ്ത്രീയുടെ കൂടെ വന്നിരിക്കുന്ന ആരാണെന്ന് അറിയാം, അതാണ് രാഹുൽ, അതായത് ഇന്ദുവിനെ ആദ്യം കല്യാണം കഴിക്കാമെന്ന അവരാണെന്ന് പറയട്ടോ. ഇതേ സമയം സച്ചി മാഷിനെ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കണേ, ഇവരാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഇവർ എൻ്റെ കുടുംബ ഫ്രണ്ടാണ് രത്നപ്രഭ എന്ന അവരുടെ പേര് എന്നൊക്കെ ഇങ്ങനെ പറയണേ. ഇത് പിന്നെ ഇന്ദുവിനെ ആദ്യം കല്യാണം കഴിക്കാൻ വെച്ച രാഹുൽ എന്നും പറഞ്ഞിട്ട് വാ മാഷേ എന്നിങ്ങനെ പറയുമ്പോൾ മാഷി പറയുന്ന സമയമായി, ഇനി അധികം നേരം വഴിക്കേണ്ട വാ എന്ന് പറയണേട്ടോ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഈ സ്റ്റേജിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഇന്ദു ആണെങ്കിലോ നല്ല സുന്ദരിയായി ഇങ്ങനെ മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് ആ അലങ്കാരത്തോടു കൂടി ഇന്ദു ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് സച്ചി ചെന്ന് തൻ്റെ മകളെ വിളിക്കുന്നത്, വാ ഇങ്ങോട്ടേക്ക് വാ, മാഷിൻ്റെ അനുഗ്രഹം രത്നപ്രഭയുടെ അനുഗ്രഹം വാങ്ങുക എന്ന് പറയണത്. എന്നാൽ സുശീല ഇപ്പുറത്ത് നിൽക്കുന്നത്, സുശീലക്ക് അത് പറ്റുന്നില്ല. സത്യനാണെങ്കിൽ ആർക്കും വേണ്ടാത്തൊരു മനുഷ്യനെ പോലെ സത്യനെ ഒരു മുക്കിലിരിക്കുന്ന ആ ഒരു അവസ്ഥയിലോട്ട് എല്ലാവരും കൂടി തള്ളിയിരിക്കുന്നു കേട്ടോ. അങ്ങനെ സത്യന് തന്നെ സങ്കടമുണ്ട്. ഇത് കാണുന്ന ഇന്ദ്രനും സുശീലക്കും വലിയ ദേഷ്യം വരാണ്. അങ്ങനെ പിന്നീട് സച്ചി തൻ്റെ മകളെ കൊണ്ടുപോയി സ്റ്റേജിൽ ഇരുത്താണ്. എന്നിട്ട് മന്ദാകിനി ഇവരെല്ലാവരും കൂടി രത്നപ്രഭയാണെങ്കിലോ രത്നപ്രഭയെ വിളിക്കുന്നുണ്ട് സ്റ്റേജിലോടൊപ്പം. രത്നപ്രഭ രാഹുലേ വാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. ഇതേസമയം സച്ചി പറയണേ, ഈ നിൽക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയോ, എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ കുടുംബ ഫ്രണ്ടാണ് രത്നപ്രഭ. കഴിഞ്ഞ വർഷം ഞങ്ങൾ തമ്മിൽ ഒരു കരാറുണ്ടായിരുന്നു, എൻ്റെ മകളുടെ കല്യാണം രത്നപ്രഭ നടത്തുമെന്ന്. ആ കരാറാണ് ഇവരിവിടെ എത്തിയിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണേ കേട്ടോ. ഇതേസമയം രത്നപ്രഭ പറയണേ, ഞാൻ വിശദമായി തന്നെ പറയാം ആ കരാർ എന്താണെന്ന്. ഈ നിൽക്കുന്ന രാഹുലും ഇന്ദുവുമായി കല്യാണം നടത്തി കൊടുക്കുക എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കാര്യങ്ങളൊക്കെ ആകെ കൈവിട്ടു പോയത് കൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഇന്ദുമോളുടെ കല്യാണം ഞാൻ നടത്തുമെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് സത്യനും എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ സച്ചിയുടെ ഓരോ വാക്കുകൾ ഇവരെല്ലാവരും കേട്ട് നിൽക്കുമ്പോൾ രത്നപ്രഭ രാഹുലെ എൻ്റെ മോൾക്ക് കൊണ്ടുവന്ന സമ്മാനം എടുത്തേ എന്ന് പറഞ്ഞിട്ട് രാഹുലിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ആ മാല വാങ്ങിയിട്ട് ഇന്ദുവിൻ്റെ കഴുത്തിലോട്ട് അണിഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ തന്നെ സത്യന് ഇഷ്ടപ്പെടുന്നില്ല. സുശീലക്ക് പറയാൻ വാക്കുകളില്ല. രാഹുൽ തന്നെ ആ മാല അണിയിക്കുമ്പോൾ ആ രാഹുലിൻ്റെ പോക്കറ്റിൽ വെച്ചിരിക്കുന്ന ആ മാല രത്നപ്രഭ അണിയിക്കുന്നത് കാണുമ്പോൾ അത്രയങ്ങ് വല്ലാതെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. പിന്നീട് ഇവരെല്ലാവരും ഓരോരുത്തരായി രത്നപ്രഭ രാഹുൽ അങ്ങനെ മറ്റുള്ളവരെല്ലാവരും ഇങ്ങനെ മഞ്ഞൾ തേച്ച് കൊടുക്കുകയാണ്. അങ്ങനെ സുശീല വരികയാണ്. അപ്പോൾ ആർക്കും പിടിക്കുന്നില്ല. മന്ദാകിനി വരുമ്പോഴും ആർക്കും പിടിക്കുന്നില്ല. അങ്ങനെ ഇന്ദുവിനെ എല്ലാവരും ഇങ്ങനെ മഞ്ഞളൊക്കെ തേച്ച് കൊടുക്കുമ്പോൾ രത്നപ്രഭയോട് ഇങ്ങനെ ഇന്ദു പറയുന്നുണ്ട്, വാവ് നൈസ് മാല, നല്ല ഭംഗിയുണ്ട് എന്നുള്ള അതിൽ പറയുന്നുണ്ട് കേട്ടോ.
എന്നാൽ ഈ സമയം ഇവർ ആ ആഘോഷം പൊടിയായി നടക്കുമ്പോൾ ഇവരുടെ ഡാൻസും കൂത്തുമൊക്കെയാണ്. ആദ്യം ലേഡീസിൻ്റെ ആ ഒരു ഡാൻസ് ആയിരിക്കും. അങ്ങനെ അവർ തമ്മിൽ ഹർഷയൊക്കെ അപ്പോൾ എത്തുന്നുണ്ട്. ഹർഷയൊക്കെ നന്നായി കളിക്കുന്നുണ്ട് കേട്ടോ. ഹർഷ, ചീരു, അമ്പിളി, അതുപോലെ അനുപമ, അങ്ങനെ എല്ലാവരും കളിക്കുമ്പോഴാണ് മുന്നിലോട്ട് ഇന്ദ്രനും ഈ പറയുന്ന ഹേമന്തും അർജുനും എല്ലാവരും കൂടി വരുന്നത് കേട്ടോ. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചും കൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് രാഹുൽ മുങ്ങുന്നുണ്ട്. അങ്ങനെ രാഹുൽ വന്നത് കോട്ട് സൂട്ടൊക്കെ ആണെങ്കിൽ പിന്നീട് രാഹുൽ വരുന്നത് സത്യനിട്ട് അതേപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ടായിരിക്കട്ടെ. അപ്പോൾ സത്യന് ഇന്ദു ഇങ്ങനെ സ്റ്റേജിൽ ഇരിക്കുന്ന സമയത്ത് രാഹുൽ ഈ കളിക്കിടയിൽ അങ്ങ് ഓടി വരികയാണ്. പിന്നീട് ഇന്ദുവിൻ്റെ കൈകൾ അങ്ങ് പിടിച്ച് വലിച്ച് ഇന്ദുവും രാഹുലും കൂടിയുള്ള കളിയായിരിക്കും. പക്ഷെ അത് സത്യനെ അംഗീകരിക്കാൻ കഴിയില്ല. സത്യൻ്റെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിക്കുകയാണ്. അങ്ങനെ ഇന്ദു ആണെങ്കിൽ സത്യനെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യുന്നില്ല. ഈ സമയം സത്യം വല്ലാതെ അങ്ങ് ഒറ്റപ്പെട്ടതുപോലെ അങ്ങ് ആവണം കേട്ടോ. ഇതേ സമയം ഇന്ദുവാണെങ്കിലോ രാഹുലുമായി ഇങ്ങനെ കളിക്കുന്നത് കാണുമ്പോൾ സുശീല ആകെ ഞെട്ടിപ്പോകണം. പക്ഷെ മറ്റുള്ളവർക്ക് ആർക്കും തന്നെ ആ ഒരു തോന്നലില്ല. അപ്പോൾ കുഞ്ഞമണി ചോദിക്കുന്നുണ്ട്, ഇതിപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നത്? ചെറുക്കനെ അവിടെ ഒറ്റയ്ക്കിരുത്തി ഈ പെണ്ണ് എന്താ ആദ്യം നിശ്ചയിച്ച പെണ്ണിൻ്റെ ചെറുക്കൻ്റെ കൂടെ കളിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ആരും തന്നെ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇവരുടെ ആ ഡാൻസും കൂത്തും ആ കളിയൊക്കെയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഇത് കണ്ടു നിൽക്കാനാവാതെ സത്യൻ അവിടെ നിന്ന് അങ്ങ് ദേഷ്യത്തോടു കൂടി എണീറ്റ് പോവാണ് കേട്ടോ. അപ്പോൾ ഈ സമയം സോന പിറകെ പോകുന്നുണ്ട്. അപ്പോൾ സോന സത്യം പോകുന്നത് കാണുമ്പോൾ സോന പിന്നാലെ ചെല്ലണം. അങ്ങനെ സത്യം റൂമിൽ ചെന്നില്ല ലൈറ്റ് ഇടുകയാണ്. അപ്പോൾ ഉടൻ തന്നെ കാണുന്ന കാഴ്ച സോന സത്യനിങ്ങനെ ഇരുട്ടത്ത് ഇരിക്കുന്നതായിരിക്കും. എന്താ സത്യേട്ടാ ഇന്ദുവുമായി കളിക്കുന്ന സത്യേട്ടന് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് അങ്ങനെയൊന്നുമല്ല. അതെ സത്യേട്ടന് അത് തന്നെയാണ്. എന്താണെങ്കിലും സത്യേട്ടൻ വിഷമിക്കേണ്ട. ഒരു ഫംഗ്ഷനൊക്കെ ആകുമ്പോൾ പലവർ തമ്മിൽ കളിക്കേണ്ട ആ ഒരു അവസ്ഥയൊക്കെ വരില്ലേ, അതൊക്കെ സത്യേട്ടൻ ഇത്ര കാര്യമാക്കണ്ട എന്ന് പറയുമ്പോൾ സത്യം പറയണേ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇനി എനിക്കൊരു ഉപകാരം ചെയ്യണം. എനിക്ക് ഇന്ദുവിനെ ഒന്ന് കാണണം, ഇന്ദുവിനോടൊന്ന് സംസാരിക്കണം. ഈ സമയത്തോ അതൊക്കെ നടക്കുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും നടക്കും. നീ കൊണ്ടുവാ ഇന്ദുവിനെ എന്ന് പറയട്ടോ. ശരി, ഇന്ദുവിനായി സംസാരിക്കാനല്ലേ, അവരവിടെ തിരക്കിലാണ് സത്യേട്ട എന്നിങ്ങനെ ഇടയ്ക്ക് സോന പറയെങ്കിലും കൂടിയിട്ട് എന്നാൽ വേണ്ട വിളിക്കണ്ട, എൻ്റെ സത്യേട്ടന് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ അത് കൊണ്ടുവരിക തന്നെ ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിട്ട് സോന അവിടെ നിന്ന് അങ്ങ് ഇറങ്ങണം കേട്ടോ. പക്ഷേ ഇന്ദു ആണെങ്കിലോ ഇവിടെ ഈ പറയുന്ന രാഹുലിങ്ങനെ കൈ കൊടുക്കുന്നുണ്ട്. അങ്ങനെ രാഹുലുമായി കറങ്ങലും അങ്ങനെയുള്ള ആ നൃത്തവും പിന്നീട് രാഹുലിൻ്റെ നെഞ്ചത്തോട്ട് വരലും അങ്ങനെയൊക്കെയുള്ള ഒരു സീനാണ് കേട്ടോ. അതൊന്നും ആർക്കും കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. സുശീലയും കുഞ്ഞമണിയും ഒരു തരം വടി പിടിച്ചതുപോലെ ആവുന്ന ആ ഒരു അവസ്ഥയാണ്. ഇതേ സമയം സോന പിന്നീട് ഇന്ദുവിൻ്റെ അടുത്തോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ഇന്ദുവാണെങ്കിലോ ഈ രത്നപ്രഭയും രാഹുലും എല്ലാവരും കൂടി അവർ തമ്മിലിങ്ങനെ സംസാരിക്കുന്ന ആ ഒരു ഇതായിരിക്കും. അങ്ങനെ അവിടോട്ട് സോന ഇങ്ങനെ ചെല്ലണം, എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടിയെങ്കിൽ എന്നുള്ള ആ ഒരു ലെവലിൽ നിൽക്കുമ്പോൾ സോന അവിടെ വന്നിട്ടുണ്ട് എന്നുള്ള ആ ഒരു ഇത് ഇന്ദുവും സാവിത്രിയും ഒന്നും നോക്കുന്നില്ല കേട്ടോ. കാരണം എല്ലാവർക്കും രത്നപ്രഭ രാഹുലാണ് അവിടെ സ്റ്റാറായിരിക്കുന്നത്. എല്ലാവരും അവരെ തന്നെ ഇങ്ങനെ നോക്കണം കേട്ടോ. അങ്ങനെ ഈ സമയം എന്ത് ചെയ്യും ഇനിയിപ്പോൾ സത്യേട്ടൻ വിളിക്കുന്നുണ്ടെന്ന് സോന ഈ പറയുന്ന ഇന്ദുവിനോട് പറയാൻ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ സോന ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. അങ്ങനെ തനിക്ക് കഴിയാതെ സോന അവിടെ നിന്ന് അങ്ങ് പോവാണ്. ഇതേ സമയം ഇതിൽ ദയ മാത്രം പങ്കെടുക്കാൻ എത്തിയിട്ടില്ല കേട്ടോ. എന്നാൽ ഈ സമയം സുധനും പ്രതിഭയും കുഞ്ഞമണിയും സുശീലയൊക്കെ റൂമിൽ ചെന്നിട്ട് എന്തോന്ന് കാട്ടലാണ് എൻ്റെ സുശീല അവർ കാട്ടുന്നത്. ആദ്യം ഉറപ്പിച്ച ചെറുക്കനുമായി അവരുടെ ആ ആട്ടവും പാട്ടൊക്കെ കാണുമ്പോൾ ഒരുമാതിരി ആൾക്ക് ദേഷ്യം പിടിക്കുന്ന എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പ്രതിഭ പറയണ ഒരു ഫംഗ്ഷനല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും, അതൊന്നും ഇത്ര കാര്യമാക്കണ്ട. ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ആ പെൺകുട്ടിക്ക് പോലും നമ്മുടെ സത്യനെ അവിടെ ഇരിക്കുന്നുണ്ടെന്നൊരു തോന്നലൊന്നും ഇല്ല എന്ന് പറയാം കേട്ടോ. പിന്നീടാണെങ്കിലോ ഇങ്ങനെ ഇന്ദ്രനെയാണ് കാണിക്കുന്നത്. ഇന്ദ്രനും അനുപമയും ഇങ്ങനെ സംസാരിക്കുന്നിടത്തോട്ട് ഹർഷ വരികയാണ്. ഹർഷേ നീ എന്താ ഗർഭിണിയായ നീ ഡാൻസ് കളിക്കുന്നത് യാതൊരു പരിമിതി ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ എനിക്കതൊക്കെ നല്ലൊരു ഇതാണ് എന്ന് പറയാണ്. പക്ഷേ ഇന്ദ്രൻ്റെ സ്വഭാവവും അനുപമയുടെ സ്വഭാവമൊക്കെ മാറുന്നുണ്ട്. അങ്ങനെ ഹർഷയാണെങ്കിൽ വീണ്ടും വന്ന് നിൽക്കുമ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ പറയണേ അനു നീ ഇങ്ങോട്ടേക്ക് വന്നേ, അവിടെ കുറച്ച് തിരക്കുണ്ട്, അവിടെ ആ പാർട്ടിയുടെ ഒക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നീ ഒന്ന് വന്നേന്ന് പറഞ്ഞിട്ട് ഹർഷയുടെ അടുത്തു നിന്നും അനുപമയെ വിളിച്ചു കൊണ്ടുപോകാൻ കേട്ടോ. എന്നാൽ ഈ സമയം രഘുവും വിനയനും അവിടെ എത്തിയിരിക്കുകയാണ്.
അങ്ങനെ ശബരിയെ ചെന്ന് കാണുകയാണ്. അങ്ങനെ ശബരിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. എന്താ ദയ മാത്രമേ ഈ ഫംഗ്ഷനിൽ വരാത്ത, അവൾക്ക് പേടിയാണ്, അവളുടെ സ്വഭാവം കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ മാറിയിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല, അവൾക്ക് ഭീതിയാണ്, എന്നാൽ എന്തെങ്കിലും പറയുമ്പോൾ അവൾക്ക് ദേഷ്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിനയൻ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കാനായിട്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നല്ല. യഥാർത്ഥത്തിൽ ഈ നന്ദു എന്ന് പറയുന്ന ആളുടെ അനിയനും നന്ദുവും ഒരുപോലെയാണ്. അപ്പോൾ യഥാർത്ഥ മനുഷ്യനാണ് വന്നിരിക്കുന്നത്, അല്ലാതെ ദയ വിചാരിക്കുന്നത് പോലെ പ്രേതമൊന്നല്ല എന്നൊക്കെ പറയുമ്പോൾ ശബരി ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഇതേസമയം ചീരു അമ്പിളിയും മഞ്ചാടിയും കൂടി ഇരിക്കുകയാണ്. അപ്പം മഞ്ചാടി കയറി വരികയാണ്. ഇനി എങ്ങോട്ടേക്കാണ് പോയത്? ആ ടീമിനെ നോക്കാനാണ്, അർജുനും പിള്ളേരെ അവർ പോയെന്ന് നോക്കാനാണ്. അവരൊന്നും പോവില്ല, അവർ നാളത്തെ പരിപാടി കഴിഞ്ഞിട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നീ എന്തിനാ അങ്ങോട്ടേക്ക് പോയത്? എല്ലാവരും ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ അറിയാൻ അർജുനും ടീമൊക്കെ എന്നെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു, എന്നിട്ട് നീ എന്ത് പറഞ്ഞു എന്ന് ചീരി ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ചേച്ചിമാരുടെ കൂടെയാണ് ഭക്ഷണം കഴിക്കുള്ളൂ. അത് കേൾക്കുന്ന ചീരി പറയണ, നല്ല കുട്ടി, ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ, ഈ ചേച്ചിക്ക് സന്തോഷമായി എന്ന് പറയണേ. ഇതേ സമയം മഞ്ചാടി ചോദിക്കുകയാണ്, നമ്മുടെ ദേച്ചി എവിടെ? അറിയില്ല മോളെ, അവളുടെ സ്വഭാവമൊക്കെ ആകെ മാറി മറിഞ്ഞിരിക്കുന്നു, അവൾ ആ ശബരിയുടെ റൂമിൽ ഒറ്റപ്പെട്ടതുപോലെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ഈ ദേച്ചി ഇങ്ങനെ എന്നിങ്ങനെ പറയുമ്പോൾ അറിയില്ല അവൾ എന്താണാവോ, അവളുടെ സ്വഭാവം ഇങ്ങനെയൊക്കെ ആവുന്നു എന്നിങ്ങനെ അമ്പിളി പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ചീരി പറയണേ, നമുക്ക് എന്തായാലും ഭക്ഷണം കഴിക്കല്ലേ, ഞാൻ എന്തായാലും പോയിട്ട് ദയെ വിളിച്ച് വരാം എന്ന് പറഞ്ഞിട്ട് ചീരി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് നന്ദുവിൻ്റെ അനിയൻ നിതിൻ അവിടെ വന്ന് ഇറങ്ങുന്നുണ്ട്. മുഖത്ത് ഇങ്ങനെ ഒരു കർച്ചീഫ് കൊണ്ട് കെട്ടി ഹെൽമെറ്റൊക്കെ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. അങ്ങനെ ദയുടെ റൂമിലോട്ടാണ് അവൻ്റെ വരവ്. പക്ഷേ ഈ സമയം ചീരു ആണെങ്കിലും ഇങ്ങനെ ഈ ഒരു വഴിയിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ചീരുവിനെ ആരോ പിന്തുടർന്നത് പോലെ ചീരുവിന് തോന്നുന്നത് ദയുടെ റൂമിലോട്ട് ചെല്ലുമ്പോൾ. അപ്പോൾ ചീരു ഇങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കുകയാണ്. ഇതേ സമയം ഇന്ദു എല്ലാവരോടും ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് സോന ഓടി ചെന്നിട്ട് ഇന്ദുവിനോട് പറയാണ്, ദേ നിന്നെ സത്യേട്ടൻ വിളിക്കുന്നുണ്ട്, വാ ഇന്ദു എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഗോകുൽ വരികയാണ് കേട്ടോ. അപ്പോൾ ഗോകുൽ വന്നിട്ട് പറയാൻ, അവിടെ നമുക്ക് വേണ്ടപ്പെട്ട ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്, വാ മോളെ എന്ന് പറയുമ്പോൾ സോനയുടെ ആ വിളിക്ക് ഉത്തരം നൽകാതെ അവിടെ നിന്നും അങ്ങ് ഇന്ദു അങ്ങ് പോകാൻ കേട്ടോ. അപ്പോൾ സോനക്കും വല്ലാത്തൊരു സങ്കടമാവാണ്, തന്നെ ശരിക്കും എല്ലാവരും കൂടി അവഗണിക്കുന്നത് പോലെയൊക്കെ അങ്ങ് തോന്നണം കേട്ടോ. പിന്നീട് ചീരു പേടിച്ച് വിറച്ചും കൊണ്ട് ദയെ നീ ഒന്ന് വാതിൽ നീ ഒന്ന് വാതിൽ തുറക്കടി എന്നിങ്ങനെ ദയ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശബരി വാതിൽ തുറക്കണേ, എന്താ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ദയ എവിടെ, അവളകത്തുണ്ട് എന്ന് പറയാം കേട്ടോ. പക്ഷേ ചീരുവിനെ പിന്തുടർന്ന് ആരോ പോകുന്നുണ്ടെന്ന് വിനയൻ മനസ്സിലാക്കണം. അങ്ങനെ വിനയൻ ഈ നന്ദുവിൻ്റെ അനിയൻ നിതിൻ്റെ കൂടെ ചെല്ലാണ്. പിന്നീട് ദയ എവിടെയെന്ന് ചോദിച്ചിട്ട് ശബരി വാതിൽ തുറന്നല്ല. അപ്പോഴേക്കും ചീരി ചോദിക്കുക, ദയ എവിടെ, അതോ ഉള്ളിലുണ്ട് എന്ന് പറയണം. അങ്ങനെ അവർ കഥ കിടക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇവരുടെ കഥകിന് മുന്നിലോട്ട് ഈ നിതിൻ ചെല്ലാണ്, നന്ദുവിൻ്റെ അനിയൻ ചെന്നിരിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു പഴുതുണ്ടോ എന്ന് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് തൻ്റെ പിറകിൽ ഇങ്ങനെ വിനയൻ വന്ന് പിടിക്കുന്നത്. എന്താടാ നീ, ആരെടാ നീ, എന്തിനാടാ മുഖം മറിച്ചത്, നീ ആരെടാ എന്നൊക്കെ പറഞ്ഞിട്ട് വിനയൻ ഇങ്ങനെ ഒച്ചയെടുക്കുമ്പോൾ ചീരുവും ശബരിയും കൂടി വാതിൽ തുറക്കാനിട്ട്. അപ്പോൾ ചീരു വല്ലാതെ ഭയന്നിട്ടുണ്ട്, ചീരുവിന് നല്ല പേടിയുണ്ട്. അപ്പോൾ ഉടൻ തന്നെ ഇയാൾ എന്ത് ചെയ്യും, ആ വാതിൽ തുറക്കുന്നതിനോട് കൂടി നിതിനെന്ത് ചെയ്യും, കൈക്കൊരൊറ്റ കടിയാണ്ട് കടിച്ചിട്ട് വിനയൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് രക്ഷപ്പെടാണ്ട്. അതേസമയം വിനയൻ്റെ കൈ നന്നായി മുറിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴേക്കും രഘുവും ദാസൊക്കെ അവിടെ എത്താണ്. അപ്പോൾ വിനയനോട് ചോദിക്കുകയാണ്, എന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ ചീരുവിനെ ഫോളോ ചെയ്ത് ഒരുത്തം വന്നിരുന്നു, അത് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, അവനെ എൻ്റെ കൈകളിൽ കെട്ടിയാണ്, പക്ഷേ അവന് കടിക്കുകയോ എന്നെ എന്തോ ചെയ്യുകയോ ചെയ്ത്. അപ്പോൾ രഘു നോക്കുമ്പോൾ കയ്യിൽ ചോര വരുന്ന. അപ്പോൾ ഉടൻ തന്നെ രഘു പറയാണ്, വിനയ നിൻ്റെ കൈകളിൽ ചോര വരുന്നുണ്ടല്ലോ, വാ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് വിനയനെ കൊണ്ടുപോകാൻ ഒരുങ്ങുന്നുണ്ട് കേട്ടോ. പക്ഷേ ചീരു വല്ലാതെ ഇങ്ങനെ ഭയന്നിട്ടുണ്ടാവും. ഇതേ സമയം രാഹുലിനെയാണ് കാണിക്കുന്നത്. രാഹുലിൻ്റെ അടുത്തോട്ട് സുധൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ സുധൻ പറയുന്ന കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുന്നുണ്ടല്ലോ രാഹുലെ, എന്തായാലും നീയും രത്നമണിയാണ് ഇവിടെ സ്റ്റാറായിരിക്കുന്നത്. അത് കേൾക്കുന്ന രാഹുൽ പറയണേ, ഇത് തന്നെയാണ് എനിക്കും വേണ്ടത്, ഞാനും ഈ പറയുന്ന രക്തമ്മ ചേച്ചിയുമാണ് സ്റ്റാർ ആവേണ്ടത്. അവർക്ക് ബോഡി ഗാർഡായി ഒരു 3 ആളുകളെ കണ്ടില്ലേ, ആ ഗുണ്ടകൾ, ഞാൻ ഏൽപ്പിച്ച ഗുണ്ടകളുമാണ്. എന്തായാലും എല്ലാവർക്കും ഇടയിൽ സത്യനേക്കാൾ നല്ലത് ഞാനാണെന്നൊരു തോന്നലുണ്ടാവണം. അപ്പോഴാണ് അവർക്ക് എന്നെ തട്ടിമാറ്റി സത്യനെ കല്യാണം കഴിക്കുന്നതിൻ്റെ വിഷം അവർ മാനസികമായി അനുഭവിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ സുധൻ പറയണേ, എനിക്ക് തോന്നുന്നില്ല ആ സച്ചി എന്ന് പറയുന്നവർ എന്തായാലും അവരുടെ മകളുടെ വിവാഹം മുടക്കിയിട്ട് എന്തായാലും അവരെന്ത്
ചീത്തപ്പേര് കേട്ടാലും അവരുടെ മകളുടെ വിവാഹം മുടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ രാഹുൽ പറയാണ് എന്നെ വേണ്ടെന്ന് വെച്ചിട്ട് അവർ വേറൊരു വിവാഹത്തിന് ഒരുങ്ങിയത്, അതായത് ഈ വിവാഹം മുടക്കിയത് സുശീലയാണെന്ന് അറിഞ്ഞിട്ടും അവരുടെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നോക്കിയ ആ സച്ചി എന്ന് പറയുമ്പോൾ നിനക്കെന്താ സച്ചിയോട് പ്രതികാരമുണ്ടോ? തീർച്ചയായും എനിക്ക് പ്രതികാരമുണ്ടെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ.